ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ജെ കളക്ഷൻസ്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു മാല ഉണ്ടാക്കാൻ വേണ്ടിയാണ്. കൂടുതലും എപ്പോഴും ട്രെൻഡിങ് ആയിട്ട് പോകുന്നതാണ്. അപ്പോൾ അതിനുവേണ്ടി ആദ്യം തന്നെ ഞാൻ മാലയുടെ ഗിയർ വയറാണ് ഉപയോഗിച്ചിരിക്കുന്നത്, ഫ്ലെക്സിബിൾ ആയിട്ട് പോകുന്ന ടൈപ്പ്. അതിലേക്ക് നമുക്ക് ഇതേപോലെ ക്രിംബീഡ് ലോക്ക് ചെയ്യുമ്പോൾ കാണാതിരിക്കാൻ വേണ്ടി ലോക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിന് ഞാൻ യൂസ് ചെയ്യുന്ന വലിയ ക്രിംബീഡാണ്. തീരെ കുഞ്ഞിതും ഉണ്ട് നമ്മുടെ കയ്യിൽ. അപ്പോൾ നമ്മൾ അതൊക്കെ മാലയ്ക്ക് യൂസ് ചെയ്യുന്നതാണ്. വലുതാകുമ്പോൾ ഒന്നും കൂടെ ഇതേപോലെ ഊരി പോരാതിരിക്കാൻ ഉള്ളിടത്തൊക്കെ നമുക്ക് ഇതേപോലെ ലോക്ക് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് എക്സ്ട്രാ വരുന്നത് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ട് ടൈറ്റായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം. നമ്മൾ അതിന് മുന്നേ നമുക്ക് മാലയിൽ ഒരു സൈഡിൽ ഇതേപോലെ നടുക്ക് ഞെക്കി, അത് കഴിഞ്ഞ് അതിൻ്റെ ഒരു കുറച്ച് പോർഷനും കൂടെ എടുത്തിട്ട് നമ്മൾ എവിടെയൊക്കെയാണോ പാലക്കയുടെ സെറ്റ് ഇടുന്നത് അതിന് വേണ്ടി നമുക്ക് ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഏറ്റവും സൈഡിൽ മാലയുടെ നമ്മൾ ലോക്ക് ഇട്ടതിൻ്റെ അവിടേക്കുള്ള ബീഡ് ആദ്യം കയറ്റുകയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ സെൻറ്ററിലും പിന്നെ സൈഡിലുമാണ് പീസ് കൊടുക്കുന്നത്. അപ്പോൾ ടോട്ടലി 3 പീസാണ് വരുന്നത്. അപ്പോൾ രണ്ടിൻ്റെ ഈ ബീഡ് കയറ്റിയപ്പോൾ നമ്മൾ 2 സൈഡിലും ക്രിംബീഡ് ഇട്ടിട്ടുണ്ട്. അത് ഇതേപോലെ ലോക്ക് ചെയ്ത് കൊടുക്കുക. ഇത് ഞാൻ യൂസ് ചെയ്യുന്ന ഏറ്റവും ചെറിയ ക്രിംബീഡാണ്, വലിയതല്ല. ഏറ്റവും ചെറിയ ക്രിംബീഡ് ഉപയോഗിക്കുമ്പോൾ ഇതേപോലെ പോകത്തില്ല, അതേപോലെ കാണത്തുമില്ല. അതിനുശേഷം സെൻറ്ററിൽ ചെയ്യുകയാണ്. സെൻറ്ററിൽ ഇതേപോലെ ഏറ്റവും ചെറിയ ക്രിംബീഡാണ് ഇപ്പോൾ ഇടുന്നത്. ഇത് ഇങ്ങനെ ക്രിംബീഡ് യൂസ് ചെയ്യുമ്പോൾ അത് കാണത്തുമില്ല, അതേപോലെ മൂവ് ആവുകയില്ല, വലുത് നമുക്ക് എടുത്ത് കാണിക്കും. ഇതാകുമ്പോൾ വെറുതെ ആ മാല ഒട്ടി കിടക്കുന്ന പോലെ തന്നെ തോന്നും. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് ജംപ് റിങ് കൊടുത്തിട്ട് നല്ല ക്വാളിറ്റി ഉള്ള ഹുക്ക് തന്നെ നമ്മൾ കൊടുക്കുകയാണ് ഇതിൽ. അതിനുശേഷം നമുക്കിത് നന്നായി പ്രസ് ചെയ്ത് വെക്കാതെ ജംപ് റിങ് നന്നായി ടൈറ്റ് ചെയ്തിട്ട് വേണം. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ലൂസായിട്ടൊന്നും പോരത്തില്ല, കണക്ഷൻ നല്ല സ്ട്രോങ് ആയിരിക്കും. ഇതേപോലെ നമ്മുടെ മാല അപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്ര സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയതും അതേപോലെ തന്നെ നല്ല റേറ്റിൽ നമുക്ക് സെയിൽ ചെയ്യാനും പറ്റിയൊരു മാലയാണ്. അപ്പോൾ ഇതിൻ്റെ പല മോഡലിലും നമുക്ക് ചെയ്യാം. ഇതിപ്പോൾ 200 രൂപയുടെ ഒരു ബോക്സിൽ ആകെ 3 എണ്ണം എടുത്തിട്ടാണ് ഞാൻ ചെയ്തത്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. ബൈ ബൈ.